മലയാളികളെല്ലാവരും കാത്തിരുന്നൊരു ദിവസമാണിന്ന്. കുറേയധികം നാളുകൾക്ക് മുൻപ് നവാസിന്റെ മരണം എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. അതിനേക്കാൾ ഉപരി എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തിയത് നവാസിന്റെ ഭാര്യയുടെയും മക്കളുടെയും ഇതിനെക്കുറിച്ചുള്ള അവരുടെ ഏറ്റവും വലിയ വിഷമം തന്നെയാണ്. അവർക്കിത് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് എന്ന് മനസ്സിലാക്കിയ പ്രേക്ഷകർ അവരുടെ മക്കൾ പങ്കുവെക്കുന്ന പോസ്റ്റുകളെല്ലാം ഏറ്റെടുക്കാൻ തുടങ്ങി. ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷം ആദ്യമായി നവാസിനെക്കുറിച്ച് രഹ്ന തുറന്നു പറയുകയാണ്. ഇത്രയും നാളും അടച്ചിട്ട മുറിയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ രഹ്ന പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നൊമ്പരമാണ് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ നവാസിനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ജീവിക്കുകയാണ് ഇപ്പോഴും രഹ്ന. എന്നെ വിഷമത്തിലേക്ക് പോകാൻ പോലും അനുവദിക്കില്ലായിരുന്നുവെന്നാണ് രഹ്ന നവാസിനെക്കുറിച്ച് പറയുന്നത്. ഈ വാചകം ഇരുവരും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴമാണ് മനസ്സിലാക്കി തരുന്നത്. അത്രത്തോളം പ്രണയിച്ചവരാണ്. ഈ ഭൂമിയിൽ നിന്നും വേർപെടുന്നു പോകുന്നവർ. ആ വേദന മരണത്തെക്കാൾ ഭീകരമാണ്. ഇവരുടെ സ്നേഹം അത്രയും അഗാധമായിരുന്നു. ഇത് പുത്തൻ വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നു. രഹ്നയുടെ ലോകം നവാസിക്കായിരുന്നു. ഈ അടുത്തിടെ ഇവരുടെ സുഹൃത്തുക്കളായ ഷാജുവും ചാന്ദിനിയും പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. രഹ്ന അത്രത്തോളം നവാസിക്കയെ ആശ്രയിച്ചാണ് ജീവിച്ചത്. ഒന്ന് വിഷമത്തിലേക്ക് പോകുന്നത് പോലും ഇക്കയ്ക്ക് ഇഷ്ടമല്ല. അതിനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇക്ക അപ്പോൾ ചോദിക്കും, നീ എന്തിനാണ് വിഷമിക്കുന്നത്, പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ. ഇക്ക ഉണ്ടെങ്കിലും വിഷമം വരുമെന്നും അതൊക്കെ സ്വാഭാവികമാണെന്ന് പറഞ്ഞാലും ഇക്ക അത് സമ്മതിക്കാറില്ല. അങ്ങനെയൊന്നും വിഷമം വരാൻ പാടില്ല, ഞാനിവിടെ ഇരിക്കുമല്ലേ എന്നിക്ക വീണ്ടും ചോദിക്കും. അതാണ് പതിവ്. സാധാരണ പ്രേക്ഷകരെല്ലാവരും അത് കാണാറുമുണ്ട്. കാരണം ഇവരുടെ സ്നേഹം മക്കൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. ഉമ്മച്ചിക്കും വാപ്പച്ചിക്കും ഇടയിൽ സംഭവിക്കുന്ന പ്രണയവും സ്നേഹവുമൊക്കെ നിങ്ങളും കാണണമെന്ന് അവർ പറയാറുണ്ടായിരുന്നു. പ്രേക്ഷകരെല്ലാവരും കൃത്യമായി പറയുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നൊരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നൊരു വാർത്തയായി തന്നെ ഇത് മാറുകയാണ്. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ നോക്കിയതും ആ പോസ്റ്റ് തന്നെയാണ്. രഹ്ന അത്ര സ്നേഹത്തിൽ പങ്കുവച്ചൊരു പോസ്റ്റാണ്. നവാസിനെക്കുറിച്ച് ഇത്രയും ദിവസം രഹ്ന പങ്കുവച്ചിട്ടേ ഇല്ലായിരുന്നു. എന്നാൽ നവാസിന് വേണ്ടി മക്കൾ ഓരോ പോസ്റ്റുമായി എത്തുന്നുണ്ടായിരുന്നു. രഹ്ന ഇതുവരെ പോസ്റ്റായി മാത്രം ഒന്നും എത്താത്തത് കൊണ്ട് എല്ലാവരും രഹ്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ ആ മുറിക്ക് പുറത്തിറങ്ങി നവാസിനെക്കുറിച്ച് രണ്ടക്ഷരം പറയുമ്പോൾ മനസ്സിന് കുറച്ച് വിങ്ങലുണ്ടായിരിക്കും, ഭാരമുണ്ടായിരിക്കും. പക്ഷേ എന്നെങ്കിലുമൊക്കെ നവാസിൻ്റെ അരികിലേക്ക് പോകുമെന്നുള്ളൊരു വിശ്വാസമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ രഹ്നയെ ജീവിപ്പിക്കുന്നത്. മക്കൾ 3 പേരുണ്ട്. അവരുടെ കാര്യങ്ങൾ നോക്കണം, നന്നായി നോക്കണം, അവരുടെ വാപ്പ നോക്കിയതുപോലെ നോക്കണം. ആ ഒരു ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ രഹ്നയുടെ മുന്നിലുള്ളത്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും നിൽക്കുന്നത്. എല്ലാവർക്കും അത് അറിഞ്ഞപ്പോൾ തന്നെ വളരെയധികം തന്നെ സങ്കടമാണ് ആദ്യം തോന്നിയത്. പിന്നീട് രഹ്നയും മക്കളെയും ആലോചിച്ചു. അവർ നന്നായി ജീവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് തന്നെ പോവുകയാണ്. എന്നും അങ്ങനെ തന്നെ പോട്ടെ എന്നും ആഗ്രഹിക്കുന്നുണ്ട്. രഹ്നയ്ക്ക് വളരെയധികം തന്നെ എല്ലാം താങ്ങാനുള്ള ശക്തി നൽകട്ടെ എന്നും പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.